കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് ലുലു വരെ പോയായിരുന്നു. ഒന്നും വാങ്ങാൻ വേണ്ടി പോയതല്ല, കുഞ്ഞുവിന് വേണ്ടി പോയതാ. കുഞ്ഞുവിന് വേണ്ടിയെന്ന് ഉദ്ദേശിച്ചത് കുഞ്ഞുവിനോടെ ഫണ്ടൂറയിൽ കളിക്കാൻ. അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. ഞങ്ങളെക്കൊണ്ട് പറ്റുമ്പോൾ ഞങ്ങൾ കുഞ്ഞുവിന് ഇഷ്ടമുള്ള സ്ഥലങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ കുഞ്ഞുവിന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഈ ലുലുവിലെ ഫണ്ടൂറ. ഞാൻ പറഞ്ഞു എപ്പോഴും വരാനൊന്നും പറ്റില്ല, ചിലപ്പോൾ കൊല്ലത്തിലൊരു 2-3 തവണയൊക്കെ. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ റൈഡുകളിലൊക്കെ കയറുമ്പോൾ കുഞ്ഞു ഒത്തിരി ഹാപ്പിയാവും. ഇവിടെ വരുമ്പോഴൊക്കെ ആൾ കയറിയ റൈഡുകളിൽ തന്നെയായിരിക്കും ആൾ വീണ്ടും വീണ്ടും കയറുക. പക്ഷേ അത് അവളുടെ സന്തോഷമാണ്. തിരിച്ചു വരുമ്പോൾ അച്ചുവിനും എനിക്കും താങ്ക് യു പറയും കുഞ്ഞുവിനെ ലുലു കൊണ്ടുപോയതിന്. ആ താങ്ക് യു കേൾക്കാനല്ല, അവളുടെ സന്തോഷം കാണാനാണ് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. നമ്മൾ പലപ്പോഴും ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളായിരിക്കും ചൂസ് ചെയ്യുക. നമ്മളീ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് സ്ഥലത്ത് നമ്മുടെ പാരൻസ് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടാവും. അതായത് വല്ല കല്യാണത്തിനോ അടിയന്തരത്തിനോ ആണ്ടിനോ അങ്ങനെയൊക്കെ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കിഷ്ടമില്ലാത്ത ഒരുപാട് പരിപാടികൾക്ക് ഞാൻ പോയിട്ടുണ്ട്. വീട്ടിൽ 2-3 കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അച്ഛനൊരു സ്ഥലത്ത് പോകും, അമ്മ ഒരു സ്ഥലത്ത് പോകും, എന്നെ വല്ല റിലേറ്റീവ്സിൻ്റെയും കൂടെ വിടും. അങ്ങനെ ഇവയൊക്കെ പരിപാടികൾക്ക് പോക്ക് തന്നെ എനിക്ക് മടുത്തു തുടങ്ങി. പിന്നെ കുറച്ച് കാലത്തേക്ക് ഞാൻ വീടിൻ്റെ അടുത്ത് പോലും കല്യാണം ഉണ്ടായാൽ പോവാതായി തുടങ്ങി. നമുക്കിഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഫീലാവുക? അതുപോലെ തന്നെ ആയിരിക്കില്ലേ നമ്മുടെ കുട്ടികൾക്കും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുവിനെ ഇതേപോലെ കുഞ്ഞുവിന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ വല്ലപ്പോഴൊക്കെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. കുഞ്ഞുവിന് ഇതേപോലെ തന്നെ ഇഷ്ടമുള്ള വേറെ സ്ഥലങ്ങളാണ് പാർക്ക്, ബീച്ച് പിന്നെ നമ്മുടെ തൊട്ടടുത്തായതുകൊണ്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. പിന്നെ കുഞ്ഞുവിനെ പോലെ എൻ്റെ ചെറുപ്പത്തിൽ ഇതൊന്നും കിട്ടാത്തതിൻ്റെ സങ്കടം എനിക്കുണ്ട്. അത് നമ്മളീ പലർക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന രീതിക്ക് നമ്മുടെ കുട്ടികളെ ഹാപ്പി ആക്കി വെക്കാൻ നോക്കാം. പിന്നെ പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലില്ലേ, വാഴ നനയുമ്പോൾ ചീരയും നനയുന്നു. അതുപോലെ കുട്ടികളിങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട റൈഡുകൾ നമുക്കും കയറാം. ഇവിടെ ഫണ്ടൂറയിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഗെയിമുകളല്ല, നമ്മളെപ്പോലെ വലിയവർക്ക് പറ്റിയ ഗെയിമുകളും ഉണ്ട്. പണ്ടോ നമ്മളൊന്നും ആരും കൊണ്ടുപോയിട്ടുണ്ടാവില്ല. ഇനി ആരെങ്കിലും കൊണ്ടുപോകുന്ന പ്രതീക്ഷിച്ചിരിക്കുകയും വേണ്ട. അതുകൊണ്ട് നമുക്ക് പറ്റുമ്പോൾ നമ്മൾ തന്നെ പോവുക. ഇതൊക്കെ അല്ലേ മോനെ ജീവിതത്തിലൊരു സന്തോഷം. പിന്നെ നമ്മുടെ കുട്ടികളെ ഹാപ്പി ആക്കി വെക്കുന്ന പോലെ തന്നെ നമ്മൾ സന്തോഷിക്കണ്ടേ? ഇപ്പോഴും പറ്റിയില്ലെങ്കിൽ പിന്നെ ഇനി എപ്പോഴാ? പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.